60 വർഷത്തോളം പഴക്കമുള്ള ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിന്റെ ഓഡിറ്റോറിയം നവീകരണത്തിന് കേന്ദ്ര സഹായം തേടി MP T N പ്രതാപൻ കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി G കിഷൻ റെഡ്ഡിക്ക് നിവേദനം സമർപ്പിച്ചു. കലാനിലയ ഓഡിറ്റോറിയം നവീകരണം സാധ്യമാവുന്നതോടെ കൂടുതൽ അവതരണങ്ങൾക്ക് സാധ്യതയേറുകയും അതുവഴി കൾച്ചറൽ ടൂറിസത്തിന്റെ ഭാഗമാകാൻ കലാനിലയത്തിന് കഴിയുമെന്നും കലാനിലയം സെക്രട്ടറി സതീഷ് വിമലൻ പറഞ്ഞു. 3 കോടിയിലേറെ രൂപയുടെ നവീകരണ പദ്ധതിക്ക് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. കളരിയും ഓഫീസ് കെട്ടിടവും കൂടി ഉൾപ്പെടുത്തിയാണ് ഓഡിറ്റോറിയം നവീകരണം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം തയ്യാറാക്കിയ വിശുദ്ധ പദ്ധതി രേഖയാണ് നിവേദനത്തിന്റെ കൂടെ കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചത്. ഉണ്ണായി വാര്യർ കലാനിലയം പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പുതിയ കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമായി ആ കൾച്ചറൽ ടൂറിസം പ്രോഗ്രാമിൽ ഉണ്ണായി വാര്യർ കലാനിലയത്തിനെ കൂടി ഉൾപ്പെടുത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അതിന് അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ചുകൂടി കലാനിലയത്തിൻ്റെ വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ 1965 നിലവിലുള്ള ഉണ്ണായി വാര്യർ കലാനിലയത്തിൻ്റെ മുന്നിൽ കാണുന്ന ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ ഗവർണർ ശ്രീ AP ജെയിനാണ് ആ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത്. വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ ആ ഓഡിറ്റോറിയം. അപ്പോൾ പുതിയ കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമായി വിദേശികളടക്കമുള്ള ആളുകൾക്ക് വന്ന് ഇത്തരത്തിലുള്ളൊരു കലാരൂപം കാണുന്നതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം നമുക്ക് സ്ഥാപനത്തിലില്ല. അപ്പോൾ ഈ വക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനായ തൃശ്ശൂർ MP ശ്രീ T N പ്രതാപനുമായി സംസാരിച്ചപ്പോൾ അതിനൊരു പദ്ധതി തയ്യാറാക്കി നൽകുവാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം അതിനുള്ളൊരു DPR തയ്യാറാക്കി നൽകുകയുണ്ടായി. അതുപ്രകാരം നമുക്ക് അവിടെ 150ഓളം പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള സ്റ്റേജും അണിയറയും ഉൾപ്പെടെയുള്ള ഒരു ഓഡിറ്റോറിയമാണ് പുതിയതായിട്ട് നമ്മൾ തിയേറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ പണി കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഓഡിറ്റോറിയത്തിന് മുൻവശത്തായിട്ട് അതോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഒരു ഓഫീസ് കോംപ്ലക്സും കൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പദ്ധതിക്ക് DPR ഗുരുകുലം വാസ്തുവിദ്യാ ഗുരുകുലം തയ്യാറാക്കി നൽകിയത് നമ്മൾ MPക്ക് സമർപ്പിക്കുകയും MP അത് കേന്ദ്ര കൾച്ചറൽ മിനിസ്റ്ററെ നേരിൽ കണ്ട് ആ ഉണ്ണായി വാര്യർ കലാനിലയത്തിൻ്റെ പ്രസക്തിയും ഇവിടെ പഠിപ്പിക്കുന്ന കലകളെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം അതിന് ആവശ്യമായ പദ്ധതി തുക അനുവദിക്കാമെന്ന് MPക്ക് ഉറപ്പ് നൽകിയതായി MP നമ്മെ അറിയിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ 3,07,60,000 രൂപ ആണ് ആ പദ്ധതിക്ക് മൊത്തം ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് അധികം വൈകാതെ തന്നെ നമുക്ക് ഇവിടെ അത്തരത്തിലുള്ള ഒരു മനോഹരമായ ബഹുനില കെട്ടിടം ഉണ്ണായി വാര്യർ കലാനിലയത്തിൽ നമുക്ക് പണി തീർക്കാൻ സാധിക്കും. അതുവഴി നമ്മൾ ഈ കൾച്ചറൽ ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെട്ടുകൊണ്ട് കൾച്ചറൽ ടൂറിസത്തിൻ്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കും. അതുവഴി വിദേശികളായ നിരവധി ആളുകൾക്ക് ഈ ഇരിഞ്ഞാലക്കുടയിലെ ഈ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇരിഞ്ഞാലക്കുടയിൽ കഥകളി മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൽ കഥകളിക്ക് പുറമെ കൂത്തും കൂടിയാട്ടവും ഉൾപ്പെടെയുള്ള ഇരിഞ്ഞാലക്കുടയിലെ നമുക്ക് അത്തരത്തിൽ ഏതൊക്കെ കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാവുന്ന അത്തരം പരിപാടികൾക്ക് കൂടിയുള്ള ഒരു വേദിയായി കലാനിലയത്തിൻ്റെ ആ ഓഡിറ്റോറിയം മാറും. ആ തിയേറ്റർ സംവിധാനത്തോടു കൂടിയ ഓഡിറ്റോറിയത്തിലേക്ക് വിദേശികളടക്കമുള്ള അതല്ലെങ്കിൽ ആഭ്യന്തര ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർക്ക് നമ്മൾക്ക് അത്തരത്തിലുള്ള കലാരൂപങ്ങൾ കാണുന്നതിനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കും. അതോടൊപ്പം കലാനിലയത്തിൻ്റെ പ്രസക്തിയും പ്രശസ്തിയും ലോകമെമ്പാടും എത്തിച്ചേരുന്നതിന് സഹായകരമായിരിക്കും. ഉണ്ണായി വാര്യർ എന്ന ആ മഹാ വ്യക്തിയുടെ ഓർമ്മകൾ എല്ലാവരിലും എത്തിക്കുന്നതിന് കൂടി നമുക്ക് ഈ പദ്ധതിയിലൂടെ സാധിക്കും. അങ്ങനെ കലാനിലയം ആ രീതിയിൽ കൂടുതൽ വികസനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കലാനിലയത്തിൽ ആദ്യമായി കൊണ്ട് കലാനിലയത്തിന് നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഗ്രാൻറ്റിൽ നിന്നും നമുക്ക് ഒരു സെറ്റ് പുരുഷ മേക്കോപ്പുകളും സ്ത്രീ മേക്കോപ്പുകളും അടക്കം കിരീടമടക്കമുള്ള പുതിയ മേക്കോപ്പുകൾ നമ്മൾ ഒരുക്കുകയുണ്ടായി. ഇനി പുതിയതായിട്ട് ഒരു
സെറ്റ് കൂടി നമ്മൾ അടിയന്തരമായിട്ട് ഇത്തരത്തിൽ മേക്കോപ്പുകൾ അടക്കമുള്ളവ സംഘടിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ അപ്പോൾ കലാനിലയത്തിൻ്റെ ട്രൂപ്പിനും പുതിയ ഒരു മുഖം നൽകുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കലാനിലയത്തിൻ്റെ ട്രൂപ്പിന് അത്തരത്തിലുള്ള പുതിയ പരിപാടികൾക്ക് പോകുമ്പോഴും പുതിയ പരിപാടികൾ സ്ഥാപനത്തിന് നിരവധി കിട്ടുന്നതിനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും കലാനിലയം മുന്നോട്ട് പോവുകയാണ്. കേരള സർക്കാരുകളുടെ പിന്തുണ കൂടി ഈ സ്ഥാപനത്തിന് ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഇവിടുത്തെ ജീവനക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിനുള്ള തരത്തിലുള്ള അവരുടെ ശമ്പള ആവശ്യങ്ങൾക്ക് മതിയായ തുക കൂടി നമുക്ക് ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കിട്ടിയാൽ ഈ സ്ഥാപനത്തെ കേരളത്തിലെ തന്നെ ഒരു ഉന്നത സ്ഥാപനമായി ഈ മേഖലയിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതിനുള്ള പ്രയത്നത്തിലാണ് കലാനിലയം ഭരണസമിതി. കളരി നവീകരണം ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു മുതൽക്കൂട്ടാവുമെന്ന് കലാനിലയം പ്രിൻസിപ്പൽ ഇൻചാർജ് കലാമണ്ഡലം ശിവദാസ് അഭിപ്രായപ്പെട്ടു. 60-ലേറെ വർഷമായിട്ടുള്ള ഉണ്ണായി വാര്യർ കലാനിലയം വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് അത് ബഹുമാനപ്പെട്ട MP-യുടെ ശ്രമം കൂടിയാകുമ്പോൾ വളരെ ഒരു നല്ലൊരു സന്തോഷ വാർത്തയാണ്. ഉണ്ണായി വാര്യർ കലാനിലയം നല്ല രീതിയിൽ കാണുവാൻ ലോകത്തെമ്പാടുമുള്ള എല്ലാ കഥകളി പ്രേമികൾക്കും സ്വതവേ ഇരിഞ്ഞാലക്കുടക്കാർക്കും വളരെ സന്തോഷമാവും. അതുപോലെ ഈ ബിൽഡിങ്, ഈ ആധുനിക രീതിയിലുള്ള ഈ കളരി സമുച്ചയം, അതുപോലെ ഓഡിറ്റോറിയം, മറ്റുള്ള അനുബന്ധമായിട്ടുള്ള മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആറന്മുള വാസവിദ്യാ ഗുരുകുലത്തിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ഒരു രൂപരേഖ കൂടിയുണ്ട്, അതിന് സ്കെച്ച് കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഉണ്ണായി വാര്യർ കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാവും. ഭാവിയിലെ നല്ല ഉന്നതന്മാരായിട്ടുള്ള കുട്ടികളായിട്ട് ഇവിടുന്ന് പഠിച്ചിറങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇതിൽ ഈ പുതിയ ഈ സംവിധാനത്തിലുണ്ട്. പ്രിൻസിപ്പൽ എന്നുള്ള നിലയ്ക്ക് വളരെ ചാരിതാർത്ഥ്യം, സന്തോഷം, നന്ദി.